Hi students, welcome to TIPS-PSC. അപ്പോൾ ഇന്നത്തെ എക്സാം എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു? പൊതുവെ എക്സാം മിക്കവാർക്കും ടഫാണ്. ഓക്കെ, കുറേ പുതിയ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഏകദേശം സിലബസ് കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഷുഡ് ഹാവ് ദ ക്രഷിംഗ് സ്ട്രെങ്ത് നോട്ട് ലെസ് ദാൻ. ഓക്കെ, ഏതാണ് ആൻസർ? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി 5.5 Newton/mm² ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സിമെൻറ്റ് ലൈം സാച്ചുറേഷൻ ഫാക്ടർ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി 1.02 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം വെയിറ്റ് ഓഫ് ഇൻസോലിബിൾ റെസിഡ്യൂ ഇൻ സിമെൻറ്റ്. ഓക്കെ, മാക്സിമം വെയിറ്റ് ഓഫ് ഇൻസോലിബിൾ റെസിഡ്യൂ ഇൻ സിമെൻറ്റ്. ഇതൊരു ചെറിയ ആൻസർ കൺഫ്യൂഷൻ വരുന്നതാണ്. ഇതിൽ 5 അതുപോലെ തന്നെ ഓപ്ഷൻ സിയും ആൻസറായിട്ട് വരാം. സോ നമുക്കത് PSCയുടെ ആൻസർ കീ വരുമ്പം അത് ചെക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോർട്ടാർ വിത്ത് ബൾക്ക് ഡെൻസിറ്റി ഓവർ 22 kN/m³. ഓക്കെ, 22 kN/m³ എന്നാണ് പറഞ്ഞ് തന്നിട്ടുള്ളത്. അതേതാണ് ആൻസർ വരുന്നത്? എക്സ്റേ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, എക്സ്റേ ഷീൽഡിംഗ് മോർട്ടാറാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the test commonly used for abrasion test to determine the hardness or resistance to wear for aggregate in concrete. ഓക്കെ, ഇതും ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. സോ കറക്റ്റ് ആൻസർ നമുക്ക് PSCയുടെ ആൻസർ കീ വരുമ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ടർ റിക്വയർഡ് ഫോർ 1 bag of cement in 30 liter in water cement ratio. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 0.60 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫക്റ്റ് ഇൻ ടിമ്പർ വിച്ച് ഇൻഡിക്കേറ്റ് സോഫ്റ്റ് ടിഷ്യൂ ഓർ സ്കിൻ വിച്ച് കവർ ദ വൗണ്ട് ഓഫ് എ ട്രീ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി കെയർലെസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി കെയർലെസ് ആണ് ആൻസർ. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ തിൻ ലെയർ ഓഫ് സാപ്പ് ബിറ്റ്വീൻ സാപ്പ് വുഡ് ആൻഡ് ഇന്നർ ബാർക്ക് ഈസ് നോൺ as. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, കാംബിയം ലെയർ. ഓക്കെ, കാംബിയം ലെയർ ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ തെർമോപ്ലാസ്റ്റിക് റെസിൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം എഥിലീൻ ഫ്രം പെട്രോളിയം ഈസ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി വിനൈലാണ് ആൻസർ വരുന്നത്. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ, PVCN ഫോർ പെയിൻറ്റ് യൂസ്ഡ് ഫോർ പ്രൈം കോട്ട് ഓൺ മെറ്റൽ. ഓക്കെ, പ്രൈം കോട്ടിൻ്റെ മെറ്റലിൻ്റെ PVCൻ്റെ നമ്പർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 25/40 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം പറഞ്ഞതുപോലെ കുറേ പുതിയ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. എക്സാം പൊതുവെ മിക്കവാർക്കും ടഫായിട്ടാണ് അറിഞ്ഞത്. ഓക്കെ, നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ദ തിയറിറ്റിക്കൽ എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ ലൈൻ സ്ലാക്കിംഗ് വിത്ത് ദ വെയിറ്റ് ഓഫ് CAO ഈസ്. ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ്, 32% ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ബസാൾട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓക്കെ, ബസാൾട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, വോൾക്കാനിക് റോക്കാണ് ആൻസറായിട്ട് വരുന്നത്. അതൊക്കെ ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ 13, നീസ് ഈസ് ഫോം ഫ്രം. ഏതാണ് നീസ് ഫോം ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്, ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, ഗ്രാനൈറ്റ് ആണ് ആൻസർ വരുന്നത്. ദെൻ ഒപ്പാക്യൂ ഗ്ലേസിംഗ് ഓൺ ക്ലേ പ്രോഡക്റ്റ് ഡൺ വിത്ത് ദ സബ്സ്റ്റൻസസ് കാൾഡ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, സ്ലിപ്പാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിക്സിംഗ് ദ ബ്രിക്ക് എർത്ത് വിത്ത് ദ ഇൻഗ്രീഡിയൻസ് ഇൻ ഡ്രൈ സ്റ്റേറ്റ്. ഏതാണ് ആൻസർ? ഇതും ആ ഒരു പ്രോസസ്സിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്ലെൻഡിങ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇൻ റാക്കിംഗ് ഷോറിംഗ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ റാക്കേഴ്സ് ഈസ് ജനറലി. ഓക്കെ, റാക്കിംഗ് ഷോറിൽ റാക്കേഴ്സിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 45-75 വിത്ത് ദ ഹൊറിസോണ്ടലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കാർപ്പൻട്രി ജോയിൻറ്റ് ഇൻവോൾവ് എ സ്ലോട്ട് അക്രോസ് ദ ഗ്രെയിൻ ഇൻ one piece ആൻഡ് എ മാച്ചിങ് പ്രൊജക്ഷൻ ഇൻ ദ അതർ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഡാഡോ ജോയിൻ്റ് ആണ്. ഓക്കെ, ഇത് ആ ഒരു ജോയിൻസിലുള്ള പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ഡാഡോ ജോയിൻ്റ് ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ്, വിച്ച് കെമിക്കൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻ ബിൽഡിംഗ്. ഏതാണ് ആൻസർ? ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്
അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇവിടെ പലർക്കും ഡൗട്ട് ഉണ്ടാവും DDT എന്ന്. DDT നമ്മൾ മുമ്പ് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ ഈ ഒരു ക്ലോറോഫൈറോസിസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൊജക്ഷൻ വിച്ച് ഹെൽപ്പ് ഇൻ സെക്യൂറിങ് ദ ഹെഡ് ഓഫ് എ ഡോർ ഫ്രെയിം ടു ദ masonry ആർ. ഏതാണ്? അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹോൺസ് ആണ് ആൻസർ. ഓക്കെ, ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് വിൻഡോ ഈസ് സ്പെസിഫൈലി പ്രൊവൈഡഡ് ടു സപ്ലൈ ലൈറ്റ് ആൻഡ് എയർ ടു ആൻ എൻക്ലോസ്ഡ് സ്പേസ് ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദ റൂഫ്? ഏതാണ് ആൻസർ? ഇവിടെ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ജസ്റ്റ് ബിലോ ദ റൂഫ് എന്ന് പറയുന്നുണ്ട്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്ലിയർ സ്റ്റോറി വിൻഡോയാണ് ആൻസർ. ഓക്കെ, ഇവിടെയും പലർക്ക് ഡോർമർ വിൻഡോ എന്നൊരു ഓപ്ഷൻ വരാം, അതല്ല ആൻസർ. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ജസ്റ്റ് ബിലോ ദ റൂഫ് എന്ന് പറയുന്നുണ്ട്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്ലിയർ സ്റ്റോറി വിൻഡോയാണ് ആൻസർ. ഓക്കെ, ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ, ചിപ്സ് വിത്ത് വൈറ്റ് ഓർ കളേർഡ് സിമൻറ്റ് ആൻഡ് ദെൻ പോളിഷിംഗ് ദ സർഫേസ് ഫോർ എ സ്മൂത്ത് ഡെക്കറേറ്റീവ് ഫിനിഷ്? ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടെറാസോ ഫ്ലോറിംഗ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് മിക്സിംഗ് മാർബിൾ ചിപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ട്രസ് കോമൺലി യൂസ്ഡ് ഫോർ സ്പാൻസ് വേരിയിങ് ഫ്രം 5 to 9 മീറ്റർ? ഓക്കെ, 5 to 9 മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ്, കിങ് പോസ്റ്റ് ട്രസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 23, ദ അപ്പർ മോസ്റ്റ് ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ സപ്പോർട്ടിംഗ് ദ കോമൺ റാഫ്റ്റർ ഇൻ എ സ്ലോപ്ഡ് റൂഫ് ഈസ് കാൾഡ്? ഏതാണ്? അപ്പർ മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റിഡ്ജ് ബോർഡാണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24, വിച്ച് ടൈപ്പ് ഓഫ് പൈൽ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിംഗ് എ സ്റ്റീൽ ഷെൽ ഇൻ ടു ദ ഗ്രൗണ്ട് ആൻഡ് ദെൻ ഫില്ലിംഗ് ഇറ്റ് വിത്ത് കോൺക്രീറ്റ് ലെവലിംഗ് ദ ഷെൽ ഈസ് പ്ലേസ്? ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി, റെയ്മണ്ട് പൈലാണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോഴ്സ് ഓഫ് സ്റ്റോൺ മേസൺറി പ്രൊവൈഡഡ് ഇമ്മീഡിയറ്റ്ലി എബവ് ദ കോർണിക്സ് ആണ്. ഓക്കെ, എബവ് ദ കോർണിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബ്ലോക്കിംഗ് കോഴ്സ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 26, ഇൻ എ ബ്രിക്ക് നോഗിംഗ് പാർട്ടീഷൻ വാൾ വാട്ട് ഈസ് ദ ടൈം യൂസ്ഡ് ഫോർ ദ വെർട്ടിക്കൽ വുഡൻ മെമ്പർ ഇൻ സപ്പോർട്ട് ദ ബ്രിക്ക് ഇൻഫിൽ? ഏതാണ്? ഇതൊരു പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി, സ്റ്റഡ്സ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ലിൻഡൽ ഫോർ സ്പാൻസ് എക്സീഡിങ് 2 മീറ്റർ ആൻഡ് കേരിങ് ഹെവി ലോഡ്? ഓക്കെ, ഹെവി ലോഡ് എന്ന് പറയുന്നുണ്ട്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ലിൻഡലാണ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28, ദ ലൈൻ അലോങ് വിച്ച് ദ റിസൾട്ടന്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ഇൻക്ലൂഡിംഗ് സെൽഫ് വെയ്റ്റ് പാസസ് ഇൻ ആൻ ആർച്ച് ഈസ് കാൾഡ്? ഏതാണ്? ആർച്ചിലുള്ള ആ ലോഡിൻ്റെ കാര്യം നമുക്കറിയാം. ആർച്ചിലുള്ള ആ ലോഡ് വരുന്നത് ത്രസ്റ്റ് ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി, ത്രസ്റ്റ് ലൈനാണ് ആൻസർ. ഓക്കെ, ത്രസ്റ്റ് ലൈനാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ അണ്ടർപൈനിങ് മെത്തേഡ് ഫോർ കൺഫൈൻഡ് സ്പേസ് ആൻഡ് പുവർ സോയിൽ കണ്ടീഷൻ? ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മൈക്രോ അണ്ടർപൈനിങ് ആണ്. ഓക്കെ, മൈക്രോ അണ്ടർപൈനിങ് ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ അത് പറയുന്നുണ്ട്, അണ്ടർപൈനിങ് മെത്തേഡ് ഫോർ കൺഫൈൻഡ് സ്പേസ് എന്ന് പറയുന്നത് പ്യുവർ സോയിൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30, എ ബോണ്ട് കൺസിസ്റ്റിംഗ് ഓഫ് ഹെഡിങ് ആൻഡ് സ്ട്രെച്ചിങ് കോഴ്സ് സോ അറേഞ്ച്ഡ് ദാറ്റ് വൺ ഹെഡിങ് കോഴ്സ് കംസ് ആഫ്റ്റർ സെവറൽ സ്ട്രെച്ചിങ് കോഴ്സ് ഈസ് കാൾഡ്? ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫേസിംഗ് ബോണ്ട്. ഓക്കെ, ഫേസിംഗ് ബോണ്ടാണ് ഈ ഒരു ഓപ്ഷനിൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ പ്ലാന്റ് ഏരിയ ദാറ്റ് ഷുഡ് ബി അലോക്കേറ്റഡ് ഫോർ ഗ്രീൻ ബെൽറ്റ് അക്കോർഡിംഗ് ടു ദ സ്റ്റിപ്പുലേഷൻസ് ഓഫ് MOEF? ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി, 33% ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡെവലപ്ഡ് ദ ഫസ്റ്റ് മൈക്രോ പ്രൊസസ്സർ? ഓക്കെ, ഓട്ടോ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മൈക്രോ പ്രൊസസ്സർ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഓപ്ഷൻ സി ആണ്, ഫേഗിനാണ് ആൻസർ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓട്ടോ കയ്യിൽ നിങ്ങൾക്ക് എപ്പോഴും പറയാറുണ്ട് പുതിയ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ ഓട്ടോ കേട്ടൊക്കെ ഇനി കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതൊക്കെ നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ് ഈ ഓട്ടോ ഗൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കോമ്പണന്റ് ഓഫ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ
പാക്കേജ് ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി പ്രോഗ്രാമിംഗ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ടൈറ്റിൽ ബാർ ഇൻ ഓട്ടോകാഡ്? ടൈറ്റിൽ ബാറിൻ്റെ ഫംഗ്ഷൻ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ടു ഷോ ദ നെയിം ഓഫ് ദ ഡ്രോയിങ് കറൻ്റ്ലി യൂസ്ഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഓട്ടോകാഡ് ഇൻ ഇൻസ്റ്റാളേഷൻ വിസാർഡ്? ഓക്കെ, ഇൻസ്റ്റാളേഷൻ വിസാർഡ് എന്ന് പറയുന്നുണ്ട്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ടു കണ്ടെയ്ൻ ഓൾ ഇൻസ്റ്റാളേഷൻ റിലേറ്റഡ് മെറ്റീരിയൽസ് ഇൻ വൺ പ്ലേസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കമാൻഡ് യൂസ്ഡ് ടു ഹൈലൈറ്റ് യുവർ മാർക്ക്? മാർക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ റോ ക്ലൗഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 37ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഹാബിറ്റബിൾ സ്പേസ് ഓൺ ദ റൂഫ് ഓഫ് ദ ബിൽഡിംഗ് വിത്ത് ഓർ വിത്തൗട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്? ഏതാണ്? അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബർസാൾട്ടയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 38. വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് പ്രോസ്പെക്റ്റ് ഇൻ ബിൽഡിംഗ് ഡിസൈൻ? ഓക്കെ, പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ടു എൻറിച്ച് ഔട്ട്സൈഡ് വ്യൂ. ഓക്കെ, ടു എൻറിച്ച് ഔട്ട്സൈഡ് വ്യൂ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 39. അക്കോർഡിംഗ് ടു ലോക്കൽ ബിൽഡിംഗ് ബൈലോസ് ആസ് പെർ IS കോഡ് ദ മാക്സിമം നമ്പർ ഓഫ് പ്രൈവറ്റ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഒക്കുപ്പൈഡ് ബൈ മെമ്പേഴ്സ് ഓഫ് 1 or 2 ഫാമിലീസ് ഇൻ സബ് ഡിവിഷൻ A2 ഈസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ട് അവിടെ. സോ നമുക്കത് PSCയിലെ ആൻസറൊക്കെ വരുമ്പോൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to the general fire safety requirements, what should be provided in building with more than one story? ഏതാണ് ആൻസർ? നമുക്കത് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ലൈബ്രറി ഡിസൈൻഡ് ആൻഡ് സേഫ് ഫയർ പ്രൂഫ് അസിസ്റ്റിംഗ് ഓർ എസ്കേപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The temporary structure used for construction of circular shaped work such as arch, dome, etc. ഇതിലേതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി സെൻറ്ററിങ് ആണ് ആൻസർ. ഓക്കെ, ഇവിടെ നിങ്ങൾ സ്കഫോൾഡിങ് ചൂസ് ചെയ്യരുത്. നമ്മൾ സർക്കുലർ വർക്കിനൊക്കെ നമ്മൾ അതിന് പറയുന്ന പേരാണ് സെൻറ്ററിങ്. ഓക്കെ, സെൻറ്ററിങ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ലംബ് ഈസ് മില്ലിമീറ്റർ റെക്കമെൻഡഡ് ഫോർ മാസ് കോൺക്രീറ്റ്. ഓക്കെ, മാസ് കോൺക്രീറ്റ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 25 to 50 ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോളംസ് ആർ കാൾഡ് ഷോർട്ട്. കോളംസ് ആർ കാൾഡ് ഷോർട്ട് വെൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലേതാണ്? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും വരാം. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എനി ഓഫ് ദി എബോവ് എന്ന് തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്ലാബ് വിച്ച് ഈസ് സപ്പോർട്ടഡ് ഓൺ ഓൾ ഇറ്റ്സ് 4 edge ആൻഡ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് ലോങ് സ്പാൻ ടു ഷോർട്ട് സ്പാൻ ഈസ് നോട്ട് മോർ ദാൻ 2 ഈസ് കോൾഡ് ഏതാണല്ലോ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2-way സ്ലാബാണ് ആൻസർ വരുന്നത്. ഓക്കെ, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Then a structural steel member carrying direct tension is called. Direct tension ഏതാണടാ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ടൈ ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അൺവിൻസ് ഫോർമുല ഈസ് യൂസ്ഡ് ടു ഫൈൻഡ്. ഏതാണ് അൺവിൻസ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് RCC. RCCയുടെ അഡ്വാൻറ്റേജ് ഏതാണ്? ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ വായിക്കുമ്പോൾ കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. Okay, the M20 grade concrete have a proportion of binding material, fine aggregate, coarse aggregate. M20 proportion ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1:1/2:3 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The clear cover to reinforcement for slab. സ്ലാബിന് ക്ലിയർ കവർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്. The higher value of A and B stated above. ഓക്കെ, 15 mm അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ ബാർ, അതിൽ ഏതാണോ ഹയർ വാല്യൂ നമ്മൾ അതാണ് ചൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ദ മാസ് പെർ മീറ്റർ ലെങ്ത് ഓഫ് 18 mm ഡയാബാർ ഈസ് എത്രയാണ്? ഡാഷ് kg എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 ആണ് ആൻസർ. ഓക്കെ, ഇത് നമുക്ക് ആ ഒരു ഫോർമുല വെച്ചും ചെയ്യാം. d²/162. ഓക്കെ, അത് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ കുറച്ച് ഇതേപോലുള്ള കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ആർ ഡ്രോപ്പ് മാൻ ഹോൾ യൂസ്ഡ്? ഡ്രോപ്പ് മാൻ ഹോൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ടു അവോയ്ഡ് സ്റ്റീപ്പ് ഗ്രേഡിയൻ ഇൻ ബ്രാഞ്ച് സിവർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ സ്പേസിംഗ് ബിറ്റ്വീൻ മാൻ ഹോൾ ഇൻ സ്ട്രെയിറ്റ് റീച്ചസ് ഓഫ് സെവർ ലൈൻസ്?
ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 100 to 120 മീറ്റർ ആണ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ വൈസിൽ 100 to 120 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാട്ടർ കേരിയേജ് സിസ്റ്റം ഈസ് ആൾസോ കാൾഡ്. വാട്ടർ കേരിയേജ് സിസ്റ്റത്തിന് നമ്മൾ എന്താണെന്ന് പറയുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫ്ലഷ് ഡൗൺ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പൈപ്പ് ഈസ് പ്രൊവൈഡഡ് ടു മെയിൻറ്റെയിൻ ദ വാട്ടർ സീൽ ഇൻ ട്രാപ്പ് ബൈ പ്രിവെൻറ്റിംഗ് സൈഫണേജ്. ഏതാണ് ആൻസർ? ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആൻറ്റി സൈഫണേജ് പൈപ്പാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഡയമീറ്റർ ഓഫ് എ വേസ്റ്റ് പൈപ്പ് കണക്റ്റഡ് ടു എ ബാത്ത് ടബ്? ഏതാണ് ആൻസർ? ആൻസർ വരുന്നത്, ഇതും പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 50 mm ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് നോട്ട് എ കൺവേയൻസ് ടണൽ? കൺവേയൻസ് ടണൽ അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നേവിഗേഷൻ ടണലാണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഡിസൈൻഡ് റെയിൽ സെക്ഷൻ ഇൻ ഇന്ത്യൻ റെയിൽവേ ഏതാണ്? ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡബിൾ ഹെഡഡ് ഷേപ്പ് ആണ്. ഓക്കെ, ഡബിൾ ഹെഡഡ് ഷേപ്പ് ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 meter ഗേജ് ദ ലെങ്ത് ഓഫ് വുഡൻ സ്ലീപ്പർ. ഓക്കെ, ലെങ്ത് ഓഫ് വുഡൻ സ്ലീപ്പർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1.83 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ 2 ട്രാക്ക് ഓഫ് സെയിം ഗേജ് ഓർ ഓഫ് ഡിഫറെൻറ്റ് ഗേജ് ക്രോസ് ഈച്ച് അതർ അറ്റ് എനി ആംഗിൾ ഈസ് നോൺ as. ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഡയമണ്ട് ക്രോസിംഗ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡ്വാൻസ് സ്റ്റാർട്ടഡ് സിഗ്നൽ ഈസ് പ്രൊവൈഡഡ് എബൌട്ട് ഡാഷ് മീറ്റർ ബിയോണ്ട് ദ ട്രെയിലിംഗ് സ്വിച്ചസ്. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 180 മീറ്റർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലാസ് 9 ഓഫ് ഹിൽ റോഡ് ആർ 6 meter വൈഡ് ആൻഡ് ആർ ഡിസൈൻഡ് ടു carry. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് 3 ton വീൽസ് ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം സൂപ്പർ എലിവേഷൻ ഓൺ ഹിൽ റോഡ് ഷുഡ് ബി നോട്ട് എക്സീഡ് ഡാഷ് പെർസെൻറ്റേജ്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്, 10% ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് സബ് ബേസ് കോഴ്സ് ഈസ് ഇൻ ബിറ്റ്വീൻ. ഏതാണ് ആൻസർ? എ ആണ്, സോയിൽ സബ്ഗ്രേഡ് ആൻഡ് ബേസ് കോഴ്സ് ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൾവേർട്ട് ഹാവിംഗ് ടോട്ടൽ ലെങ്ത് ലെസ് ദാൻ ഡാഷ് ഈസ് കാൾഡ് ബെൻഡ് വേ. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 meter ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോർട്ടൂൺ ബ്രിഡ്ജ് ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് ബ്രിഡ്ജ്. ഓക്കെ, ഇവിടെ പോർട്ടൂൺ ബ്രിഡ്ജ് എന്നല്ല, നമ്മളെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ആയിരിക്കാം. പോൺടൂൺ ബ്രിഡ്ജാണ് അവിടെ വരേണ്ടത്. സോ ഈ ക്വസ്റ്റ്യൻ മേ ബി ക്യാൻസൽ ചെയ്യാം. പോൺടൂൺ ബ്രിഡ്ജ് ആണെങ്കിൽ ആൻസർ വരുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഈ ഒരു പോൺടൂൺ ബ്രിഡ്ജ് ആണെങ്കിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡാം ഹാവിംഗ് seepage of water is sufficient for the growth of the crop and if no additional surface watering is necessary such a type of dam is called. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വാട്ടർ സ്പ്രെഡ് ഡാം ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മേജർ പാർട്ട് ഓർ ദ എൻറ്റയർ പൗഡിംഗ് ഓഫ് വാട്ടർ ഈസ് അച്ചീവ്ഡ് ബൈ എ റൈസ്ഡ് ക്രസ്റ്റ് ആൻഡ് എ സ്മാളർ പാർട്ട് ഈസ് അച്ചീവ്ഡ് ബൈ ദ ഷട്ടർ ദെൻ ദിസ് ബാരിയർ ഈസ് നോൺ as. ഏതാണ് ആൻസർ? ഇതും ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ബിയർ ആണ് ആൻസർ. അവിടെ പറയുന്നുണ്ട് മേജർ റൈസ്ഡ് ക്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മേജർ റൈസ്ഡ് ക്രസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വിയർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ഓഫ് ദ വാട്ടർ ലെവൽ ഇൻ ദ ഫോർബേ ആൻഡ് ദാറ്റ് ഇൻ ദ ടെയിൽ ട്രേസ് ഈസ് കോൾഡ്. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ക്രോസ് ഹെഡ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 69, എ കനാൽ കേരി വാട്ടർ ടു ദ അഗ്രികൾച്ചർ ഫീൽഡ് ഈസ് കാൾഡ്. ഇവിടെ നമുക്ക് കേരിയർ കനാലും വരാം, ഇറിഗേഷൻ കനാലും വരാം. സോ PSCയുടെ ആൻസർ ചൂസ് ചെയ്യുമ്പോൾ ഇരിക്കും. അപ്പോൾ അത് നമുക്ക് അവിടുത്തെ ആൻസർ ഒക്കെ വരുമ്പോൾ ചെക്ക് ചെയ്യാം. Then next question, a structure in which the canal flows over the drainage and HFL of the drainage is lower than the canal bed level is called. ഏതാണ് ആൻസർ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അക്വിഡക്റ്റ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
quantity of water flows through the surface of the earth by a rainfall is termed as ഏതാണ് ഓപ്ഷൻ സി ആണ് റൺ ഓഫ് ആണ് ആൻസർ. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ലയൻ ഓൺ റെയിൻഫാൾ മാപ്പ് joining places having the same average annual rainfall is known as ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഐസോ ഹെഡ്സ് ആണ് ആൻസർ വരുന്നത്. Then 73 the relation between the area of crop irrigated and the quantity of irrigation water required during the entire period of the growth of the crop is called ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഡ്യൂട്ടി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, then next question an area in which crop is grown at a particular time or crop season is termed as ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സീസൺ in which the crops are sown by the beginning of the south-west monsoon and they are harvested in autumn is known as ഏതാണ് ആൻസർ ഖാരിഫ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. The next question what is the minimum lead for earth work in excavation ഏതാണ് ഇവിടെ IS കോഡ് പ്രകാരം ഓപ്ഷൻ ഡി ആണ് 50 മീറ്റർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, the next question what percentage is added as contingencies in approximate estimate ഏതാണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിൽ ഓപ്ഷൻ ബി ആണ് 5 to 10% ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ആനുവൽ പീരിയോഡിക് പേയ്മെൻറ്റ് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി ഏതാണ് ഓപ്ഷൻ ബി ആനുവിറ്റി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ബ്രിക്ക് വാൾ തിക്നെസ് ഈസ് മെഷേർഡ് ഇൻ എ സ്ക്വയർ മീറ്റർ ഏതാണ് സ്ക്വയർ മീറ്റർ നമ്മൾ മെഷർ ചെയ്യുന്നത് 10 സെൻറ്റിമീറ്റർ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ what is the name given to built up area of building measured at the floor level at any story ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്ലിന്ത് ഏരിയ ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോപ്പോഗ്രഫിക്കൽ സർവേ കഡസ്ട്രൽ സർവേ ആൻഡ് സിറ്റി സർവേ ആർ ഇൻക്ലൂഡഡ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ലാൻഡ് സർവേ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി ഡിറ്റർമൈൻഡ് ബൈ നമുക്ക് ഡിസ്റ്റൻസ് ഡയറക്ട്ലി കിട്ടുന്നത് ഏതാണ്ടാ ആൻസർ ഓപ്ഷൻ ബി ആണ് പെഡോമീറ്റർ ആണ് ആൻസർ. Okay, the next question the bearing of a line AB is 152 degree 20 minute and the angle ABC is 124 degree 38 minute. What is the bearing of BC എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി 96 ഡിഗ്രി 58 മിനിറ്റ് ആണ് വരുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ് ദ ബിയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഈസ് 152 എന്നാണ് പറയുന്നത്. സോ 152 എന്ന് പറയുന്നത് എവിടെ വരും ഈ ഒരു ഡയറക്ഷനിലാണ് 152 വരുന്നത്. സോ ഇത് എ ഈ ഒരു ആംഗിൾ ആണ് 152. ഓക്കെ, 152 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നുണ്ട് ആംഗിൾ എ ബി സി 124 ഡിഗ്രി 38 മിനിറ്റ് ആണ്. സോ അത് ഏത് ഡയറക്ഷനിൽ കൊടുക്കാം ഈ ഒരു ഡയറക്ഷനിൽ കൊടുക്കാം. സോ ഇത് ബി ആണ് ഇത് സി ആണ്. ഈ ഒരു ആംഗിൾ ഓക്കെ ഈ ഒരു ആംഗിളാണ് എത്ര പറയുന്നത് 124 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കാണേണ്ടത് എന്താണല്ലോ നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദ ബിയറിംഗ് ഓഫ് ബി സി ബി സിയുടെ ബിയറിംഗ് ആണ് കാണേണ്ടത്. സോ അതെങ്ങനെ കിട്ടും ബി സിയുടെ ബിയറിംഗ് ആണ് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആംഗിൾ എത്രയാണ് 152 ഡിഗ്രി 20 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചാൽ ഓക്കെ ഈ ഒരു ആംഗിൾ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറുകോൺ പ്രകാരം നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും. ഓക്കെ, ദെൻ ഈ ഒരു ടോട്ടൽ ആംഗിൾ എന്ന് ഇവിടുത്തെ ഈ ഒരു ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ബെഞ്ച് മാർക്ക് വിത്ത് ഹൈ പ്രസിഷൻ വി കണ്ടക്ട് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പ്രിസൈസ് ലെവലിംഗ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിഡ്ത്ത് ഓഫ് എ സ്റ്റീൽ ബാൻഡ് ഈസ് വിഡ്ത്ത് ഓഫ് എ സ്റ്റീൽ ബാൻഡ് അതുപോലെ ക്ലാരിഫിക്കേഷൻ കുറവുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് PSCയുടെ ആൻസറിൽ നമുക്ക് നോക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു പെഗ് മെത്തേഡ് ഈസ് ദ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഓക്കെ ടു പെഗ് മെത്തേഡ് ഈസ് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഡംബി ലെവലാണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ എ ഗിവൺ കോണ്ടൂർ ഇൻ്റർവെൽ ദ ഹൊറിസോണ്ടൽ ഇക്വാലൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ഏതാണ് ആൻസർ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സ്റ്റീപ്നെസ് ഓഫ് ദ ഗ്രൗണ്ട് ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ ഹില്ലി കൺട്രി ദ സ്പേസിംഗ് ഓഫ് ക്രോസ് സെക്ഷൻ
ഈസ് യൂഷ്വലി ടേക്കൺ as ഏതാണ് ഓപ്ഷൻ എ ആണ് 20 മീറ്റർ ആണ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലയൺ പാസിംഗ് ത്രൂ ദ സാഡിൽ സാൻഡ് സമ്മിറ്റ് ഗിവൺ ദ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വാട്ടർ ഷെഡ് ലൈനാണ് ആൻസർ വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 90 ഫോർ പ്ലോട്ടിംഗ് ദ പ്രൊഫൈൽ ദ ലെങ്ത് ഓഫ് ദ ഓർഡിനേറ്റ് ഷുഡ് ബിറ്റ്വീൻ ഏതാണ്. ഇവിടെയും അവർ സ്പെസിഫിക് ആയിട്ട് റേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്കത് PSC ആൻസർ വരുമ്പോൾ നോക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു ദ നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഏതാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കോ എഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ബോത്ത് 1 and 2 ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ മാക്സിമം സ്ട്രെസ് അറ്റൈൻഡ് ബൈ എ മെറ്റീരിയൽ ബിഫോർ റപ്ചർ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ഏതാണ് നോട്ട് എ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. ദെൻ 95 ഇഫ് എ നമ്പർ ഓഫ് കോപ്ലാനർ ഫോഴ്സ് ആക്ട് സൈമൾട്ടേനിയസ്ലി ഓൺ എ പാർട്ടിക്കിൾ ദ ആൾജിബ്രിക് സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് എബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു ദ മൊമെൻറ്റ് ഓഫ് ദയർ റിസൾട്ടൻ്റ് ഫോഴ്സ് എബൌട്ട് ദ സെയിം പോയിന്റ്. വിച്ച് പ്രിൻസിപ്പിൾ ഡസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ് ഏതാണ് ആൻസർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പ്രോപ്പർട്ടി ഓഫ് ദ സർട്ടൈൻ മെറ്റീരിയൽ ഓഫ് റിട്ടേണിംഗ് ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ ആഫ്റ്റർ റിമൂവിംഗ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് നോൺ as ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇലാസ്റ്റിസിറ്റി. ദെൻ 97 ദ സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കിൾ ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഡാഷ് ഫ്രം ഇറ്റ്സ് ബേസ് മെഷേർഡ് എലോങ് ദ വെർട്ടിക്കൽ റേഡിയസ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് 4r/3π ആണ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ലാമിൻസ് തിയറം ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കോപ്ലാനർ ആൻഡ് കൺകറന്റ് ഫോഴ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ എ സെക്ഷൻ ഈസ് സബ്ജക്റ്റഡ് ടു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുൾസ് as a result of which of the body tends to increase its length the stress induced is called ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ടെൻസൈൽ ആണ് ആൻസർ വരുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എക്സാമ്പിൾ ഈസ് എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സ്റ്റേബിൾ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പോൾ എക്സാം പൊതുവെ എല്ലാവർക്കും ഒരു ടഫായിരുന്നു. സോ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചലഞ്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കുറേ പുതിയ ക്വസ്റ്റ്യൻസും PSC ആക്കിയിട്ടുണ്ട്. സോ അപ്പം ഇനിയുള്ള ഇപ്പം ആരും നിങ്ങൾ എക്സാം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും നിങ്ങൾ ഡൗൺ ആവുകയൊന്നും ചെയ്യരുത്. ഇനിയും നമുക്ക് എക്സാം വരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഗ്രേഡ് മാറ്റിവെച്ച് സെക്കൻഡ് ഗ്രേഡ് എക്സാം അടുത്ത മാസം 25-ാം തീയതിയാണ്. സോ പ്രിപ്പറേഷൻ തുടരുക. പ്രിപ്പറേഷൻ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മുടെ ഒക്ടോബറിൽ ബാക്കി ഗ്രേഡ് 3 വരുന്നുണ്ട്. അതുപോലെ ഇനി LSTയിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. സോ എക്സാമുകൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. സോ ആരും പ്രിപ്പറേഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.